എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ കുറച്ച് അധികം കാലമായി കുക്കിംഗ് പരീക്ഷണങ്ങളൊന്നും ഉൾപ്പെടുത്താഞ്ഞിട്ട്. അപ്പോൾ ഇപ്പം നമുക്ക് നോക്കിയാലോ, ചെറുപയർ, വൻപയർ, മുതിര, റാഗി, പിന്നെ എനിക്ക് അറിയാത്ത എന്തൊക്കെയോ പയറുകൾ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കണ്ടപ്പോൾ അതെല്ലാം മേടിച്ചു. രാജ്മ, വെള്ളക്കടല, ഇതെല്ലാം കൂടെ എടുത്തു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന സമാനമായിട്ടുള്ള പയറുകളെല്ലാം കൂടെ ഒരു 5-6-8 വെറൈറ്റി പയറുകളും കൂടുതൽ റാഗിയൊക്കെ എടുത്ത് ഒന്ന് ആദ്യമേ തന്നെ നമ്മൾ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുകയാണ്. അപ്പോൾ ഞാൻ ഉലുവ ഇടാൻ മറന്നു പോയായിരുന്നു. ഉലുവയും കൂടി ഇട്ടാൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിത് ആദ്യം തന്നെ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുകയാണ്. അപ്പോൾ ഇത് സ്വീറ്റ് പൊട്ടറ്റോ കട്ട്ലറ്റ് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈ സ്വീറ്റ് പൊട്ടറ്റോയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേവിച്ചിട്ട് തൊലി കളഞ്ഞിട്ട് മാഷ് ചെയ്യണം. കോൺഫ്ലോറും അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ആക്കിയിട്ട് പരത്തിയിട്ട് നമ്മൾ എണ്ണയിലിട്ട് അങ്ങോട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് അല്ലാത്തതുകൊണ്ട് പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് കളഞ്ഞിട്ട് വീണ്ടും ആദ്യം തൊട്ട് ഉണ്ടാക്കി. പിന്നെ ഉണ്ടാക്കിയപ്പോൾ കറക്റ്റായി കേട്ടോ. അപ്പോൾ ആദ്യത്തെ 1-2 കുറച്ച് മൂപ്പൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉണ്ടാക്കിയപ്പോഴത്തേനും, പക്ഷേ ഞാൻ ഉണ്ടാക്കി ചൂടോടെ ഉണ്ടാക്കി എൻ്റെ വായിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അധികം കാണിക്കാൻ ഫോട്ടോ എടുക്കാനൊന്നും നിന്നില്ല. ഞാൻ അതെല്ലാം കഴിച്ചു. ആദ്യം ഉണ്ടാക്കിയത് കുറച്ചൊന്ന് മൂപ്പ് കൂടുതലായിപ്പോയി കേട്ടോ. അപ്പോൾ ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സോസൊക്കെ കൂട്ടി നല്ലൊരു ഹെൽത്തി സാധനമാണല്ലോ. അപ്പോൾ നമുക്ക് ദോശയിലേക്ക് മടങ്ങി വരാം. അപ്പോൾ ഈ കുതിർത്ത സാധനങ്ങൾ ഞാൻ കുറച്ച് പച്ചരിയും കൂടെ ഇഡ്ഡലി റൈസും കൂടെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി ഇട്ട് നമ്മളൊന്ന് അരച്ചെടുത്ത് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ച ശേഷം അത് അടുത്ത ദിവസം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ശകലം ഗോതമ്പ് പൊടിയും കൂടി ഇട്ടിട്ടാണ് നമ്മളത് ചുടുന്നത്. അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഹൈ പ്രോട്ടീൻ ദോശ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം പ്രോട്ടീൻ കിട്ടണമല്ലോ. പൂരിയും കറിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് നാച്ചുറൽ ബോഡി വാക്സ് ഉണ്ടാക്കാൻ പോവാണ്. അതായത് നമുക്ക് ആദ്യം ഈ പഞ്ചസാര, നാരങ്ങ നീരും ശകല ഉപ്പൊക്കെ ഇട്ട് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അത് കുറച്ചൊന്ന് നല്ല രീതിയിൽ അതൊന്ന് ബ്രൗൺ കളറായി സെറ്റ് ആവണം കേട്ടോ. നാച്ചുറൽ ബോഡി വാക്സിനെ കുറിച്ചാണ് ഈ ഒരു പാർട്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ തിളച്ചതായിട്ട് നമ്മളിങ്ങനെ കുറുകി എടുക്കും. കണ്ടോ, നല്ല തിക്കായിട്ട് വരണം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തിക്കായിട്ട് വരണം. അത് ചെറുതായിട്ട് കണ്ടോ, ഞാനിങ്ങനെ ഇട്ട് നോക്കുമായിരുന്നു. എനിക്കതിൻ്റെ ഇതറിയാൻ പാടില്ല. എന്നിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി അറിയാൻ പാടില്ല. എനിക്ക് താഴേക്ക് ഇങ്ങനെ ഒഴിച്ച് നോക്കുമായിരുന്നു. അപ്പോൾ അതൊന്ന് കൂളാകുമ്പോൾ അതൊന്ന് കുറച്ചുകൂടെ സെറ്റ് ആവുമല്ലോ. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. ഉണ്ടോ, എനിക്ക് ഈ ഷുഗറും ശർക്കരയൊക്കെ മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി അറിയാൻ വലിയ പാടാണ്. അപ്പോൾ വാക്സിങ് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു കളറ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് ഷുഗർ കാരമലൈസേഷൻ, ഈ കാരമൽ സാധനം നമുക്ക് വേറെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഫുഡ് പ്രിപ്പറേഷന് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത് വാക്സിങ്ങിൻ്റെ പരിപാടിയാണ്. നമുക്ക് ആർട്ടിഫിഷ്യലായിട്ടൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഇതൊന്ന് വെള്ളത്തിൽ വെച്ചിട്ട് അതൊന്ന് തണുപ്പിക്കുക. നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ വാക്സിൻ ഉണ്ടാക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചത് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് കേട്ടോ. കണ്ടോ, ഇങ്ങനത്തെ ഇത് വരണം. അത് ഒന്നുകൂടെ കാണിക്കണ്ട. കണ്ടോ, ഈ ഒരു സാധനം ഇതേപോലെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് വർക്ക് ആവത്തുള്ളൂ കേട്ടോ. നല്ല തിക്കായിട്ട് വരണം. അത് ഞാൻ അതിൻ്റെ ആ ഒരു തിക്നെസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, കയ്യിലെടുക്കുമ്പം ഇങ്ങനെ ആവണം. കണ്ടോ, ഇത് നമുക്ക് ബോഡി ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് എവിടെയാണോ റിമൂവ് ചെയ്യേണ്ടത് അവിടെ അങ്ങോട്ട് അപ്ലൈ ചെയ്തിട്ട് ഒറ്റ വലിക്കണം. അതാണ് ഈ ബോഡി വാക്സ്. നമ്മൾ വീട്ടിൽ തന്നെ ബോഡി വാക്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള പരിപാടിയാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഹൈ പ്രോട്ടീൻ സ്നാക്കിൻ്റെ കൂട്ടത്തിൽ ഞാൻ മഖാന ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ വാക്സ് അപ്ലൈ ചെയ്ത് കാണിച്ചു. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് കടി ഉണ്ടാക്കാം. ഒരു പാനിൽ ജീരകം പൊട്ടിച്ചിട്ട്
ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട ശേഷം സവാള ഇട്ടൊന്ന് ഇതാക്കിയ ശേഷം തക്കാളി ഇട്ട ശേഷം നമുക്ക് കടലമാവുണ്ടല്ലോ, കടലമാവ് കലക്കിയിട്ട് ഇത് ഇവിടെ ഈ നോർത്തിലുള്ളൊരു സാധനമാണ് ഈ കടി എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അത് നമുക്ക് അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം.